ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് 4 മണിക്കൊക്കെ ചായയുടെ കൂടെയൊക്കെ നല്ല ചൂട് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്സ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണാം. അപ്പോൾ അതിന് നമുക്കിവിടെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസിന് ആവശ്യമുള്ളൂ. അപ്പോൾ അതെങ്ങനെ ചെയ്യാം നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. അപ്പോൾ ഞാൻ ഒരു 2 ടീസ്പൂൺ കോഫി പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഞാൻ അടുത്തതായിട്ട് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3.5 ടീസ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. മധുരം നല്ല കൂടുതൽ വേണ്ടവരുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് അടുത്തതായിട്ട് തിളപ്പിച്ച വെള്ളം, അതൊരു നല്ല തിളച്ചതല്ല, ഒരു മീഡിയം തിളച്ച വെള്ളം ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഞാൻ 250 ഗ്രാം ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നെയ്യാണ്. ഞാൻ പശു നെയ്യാണ് എടുത്തിട്ടുള്ളത്. അതൊരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം. അതിൻ്റെ ശേഷം ഈ നെയ്യും ഗോതമ്പ് പൊടി നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഈ ഗോതമ്പ് പൊടിയിലേക്ക് ഈ നെയ്യ് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം നേരത്തെ ഞാനിവിടെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്ന കോഫി പൗഡറിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുമിച്ച് ഒഴിക്കണ്ട, നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഒഴിക്കാം. അപ്പോൾ കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഒരു ചപ്പാത്തിയുടെ പരുവെന്ന് പറയാൻ പറ്റില്ല. ചപ്പാത്തി നമുക്ക് പരത്തണ ഒരു ഇതാണല്ലോ, പക്ഷെ ആ ഒരു രീതിയിലല്ല, അതിൻ്റെതായ കുറച്ചൊരു കട്ടിയിലാണ് ഇത് വേണ്ടത്. അപ്പോൾ കുറച്ച് കട്ടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ചപ്പാത്തിക്ക് കുഴക്കണ പോലെയല്ല. ഇപ്പോൾ ഞാൻ കുഴച്ചത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ ആ രീതിയിലൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. ഒരുമിച്ച് ഒഴിച്ച് ഇതാക്കരുത്, കുറേശ്ശെയായിട്ട് ഒഴിച്ചെടുക്കാം. ഇത് നമുക്കിതൊരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം കേട്ടോ. അങ്ങനെ 5 മിനിറ്റ് വെച്ചതിന് ശേഷം ഇപ്പം ഞാനിതിങ്ങനെ എടുത്തിട്ട് ഉരുളയാക്കുമ്പോൾ കുറച്ച് പാടാണ്. നമ്മൾ ചപ്പാത്തിയുടെയൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ലോണം പെട്ടെന്ന് തന്നെ ഉരുട്ടിയെടുക്കാൻ പറ്റും. പക്ഷേ ഇത് കുറച്ചൊരു ടഫായിട്ടുള്ള ഇതാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് നമുക്ക് ചപ്പാത്തിയുടെ പലകയിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഞാൻ ഇപ്പോൾ ചെയ്യുന്ന രീതിയിലൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. നല്ലോണം കനം കുറച്ച് പരത്തേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാൻ ഈ പരത്തിയ രീതിയിലൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമുക്ക് 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം കേട്ടോ. നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കട്ട് ചെയ്ത് മാറ്റണത്. ആ കട്ട് ചെയ്ത കഷ്ണങ്ങളൊന്നും കളയേണ്ട. നമുക്ക് അടുത്തത് ബോൾ ഉരുട്ടിയിട്ട് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ചെയ്യണ പോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടാലറിയാം കണ്ടോ, അധികം നൈസും അല്ല എന്നാൽ കട്ടിയുമില്ല. ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ഞാനിത് പരത്തി മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ഒരു പാത്രത്തിലേക്ക് വെക്കാം. എന്നിട്ട് നമുക്ക് അടുത്തതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് കേട്ടോ. ആ എണ്ണയിലേക്ക് നമുക്ക് ഓരോന്നോരോന്നായി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് 2 വശം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. കരിഞ്ഞു പോവാതെ നോക്കാം, മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഞാൻ 2-3 സ്റ്റെപ്പായിട്ട് എല്ലാതും ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കോഫിയുടെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു അടിപൊളി സ്നാക്സാണ്. ഇതിൽ മുമ്പിട്ട് നിൽക്കുക നമ്മുടെ കോഫിയുടെ ഫ്ലേവർ തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ട്രൈ ചെയ്ത് നോക്കുക, എൻ്റെ ഫീഡ്ബാക്കും കൂടി അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.